ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം ഇടയാക്കിയല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ ചിന്ത 1 കൊരിന്ത്യർ 16 അധ്യായത്തിൽ നിന്നാണ്. 1 കൊരിന്ത്യർ 16 അധ്യായത്തിൽ നിന്ന് 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെയാണ് ആധാരമാക്കുന്നത്. 1 കൊരിന്ത്യർ 16 അധ്യായം എല്ലാം നമുക്ക് അങ്ങനെ വായിക്കേണ്ടതായിട്ടില്ല. നമ്മളപ്പോൾ അത് ചിന്തിച്ച് വരുമ്പോഴാണ് നമ്മൾ വായിക്കുക. ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ഗ്രോവിങ് ചർച്ചിൻ്റെ എസെൻഷ്യൽ ക്വാളിറ്റീസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒരു വളരുന്ന സഭയ്ക്കുണ്ടാകേണ്ട ചില അത്യാവശ്യമായ ക്വാളിറ്റി മാത്രമല്ല, റിക്വയർമെൻറ്റ്സും കൂടെയാണത്. അത് ആവശ്യം കൂടെയാണ് നമുക്ക്. അതുകൊണ്ട് അതിനെപ്പറ്റിയാണ് പറയുക. അത് പൗലോസ് ഈ വിഷയം തുടങ്ങി അവസാനിപ്പിക്കുന്ന ഭാഗമാണിത്. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ കൊരിന്ത്യൻ സഭ നേരിട്ടു. ആ സഭകളുടെ പ്രശ്നങ്ങളുമായിട്ട് പൗലോസ് ചർച്ചയിൽ ഏർപ്പെടുന്നു. അതിനെ സംബന്ധിച്ചുള്ള പൗലോസ് തൻ്റെ ദൈവികമായ വെളിപ്പാടുകളെ പറ്റി പങ്കുവയ്ക്കുന്നു. അതെല്ലാം ശേഷം അവസാന ഘട്ടത്തിലേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിനോടകം അദ്ദേഹം ഒത്തിരിയേറെ പ്രായോഗിക പ്രശ്നങ്ങൾ, ഒരു പുതിയ ചർച്ചിൻ്റെ ഒരു ജാതീയ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ യഹൂദനല്ലാത്ത ഒരു പശ്ചാത്തലം എന്ന് വിചാരിച്ചു, അത്തരം ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു സഭയ്ക്കുണ്ടാകുന്ന സ്വാഭാവികമായ ഏറെക്കുറെ എല്ലാ പ്രശ്നങ്ങളെയും തന്നെ ഇവിടെ അദ്ദേഹം സംസാരിക്കും അല്ലെങ്കിൽ നേരിടുവാനായിട്ട് തയ്യാറായി. അതിൻ്റെ ഒടുക്കമാണ് നമ്മൾ കാണുന്നത്. ഏറെക്കുറെ ഒരു കൺക്ലൂഷൻ പോലെ തോന്നുന്ന ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ്. ഇവിടെ അദ്ദേഹം 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു 3 കാര്യങ്ങളെപ്പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ആ 3 കാര്യങ്ങൾ പോയിൻ്റ്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും, പക്ഷേ ഒരു 2-3 കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയായിരിക്കും ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു വളരുന്ന ചർച്ചിന് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് എങ്ങനെ പോകാം, അതായത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സഭയ്ക്കുണ്ടാകുന്ന സ്വാഭാവിക പ്രശ്നം എന്താണ്? സഭ സ്റ്റക്കായി പോകും. സഭയുടെ വളർച്ചയ്ക്ക് പരിമിതിയുണ്ടാകും. വളർച്ചയ്ക്ക് മുന്നോട്ട് പോകാനുള്ള അതിൻ്റെ ത്വര കെട്ടുപോകും. മുന്നോട്ട് പോകാനുള്ള അതിൻ്റെ ജൈവ ബലം നഷ്ടപ്പെട്ടു പോകും. അതിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഏത് വളർച്ചയ്ക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സ്ഥിരമായി ഒന്നിന് പുറകെ ഒന്നായി അസുഖങ്ങളുള്ള ഒരു കുഞ്ഞിൻ്റെ വളർച്ച എപ്പോഴും പ്രശ്നത്തിലായിരിക്കും. നിരന്തരമായ പോഷകങ്ങൾ ലഭിക്കേണ്ടതിന് പകരം സ്ഥിരമായ മരുന്നെടുക്കുകയും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നൊരു കുഞ്ഞിൻ്റെ സ്വാഭാവിക വളർച്ച കെട്ടുപോകും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു ചർച്ച് അല്ലെങ്കിൽ വ്യക്തി, കർത്താവിൽ വന്ന ഒരു വ്യക്തിയുടെ വളർച്ച എന്ന് നിശ്ചയിക്കുന്നത് ക്രമാനുഗതമായ ഒരു വളർച്ച ഉണ്ടായാലേ പറ്റൂ. പക്ഷേ ഇതുപോലെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അവരുടെ വളർച്ച മുന്നോട്ട് സംഭവിക്കില്ല. പക്ഷേ സഭയ്ക്കൊരു കാരണവശാലും ഒരിടത്ത് നിൽക്കാൻ കഴിയില്ല. അതിന് വളർന്നുകൊണ്ടേ പറ്റൂ. വളരുന്നില്ലെങ്കിൽ, നാനാമുഖമായ വളർച്ച സംഭവിക്കുന്നില്ലെങ്കിൽ ആ സഭയ്ക്ക് പിന്നെ നേരിടാൻ പോകുന്നത് ഡെത്തായിരിക്കും. അതുകൊണ്ട് സഭ മുന്നോട്ട് വളർന്നേ പറ്റൂ, വളർന്നുകൊണ്ടേ പറ്റൂ മുന്നോട്ട്. അത് എണ്ണത്തിൽ വർദ്ധിക്കുക എന്നുള്ളത് ഒരു ഫാക്റ്റ് മാത്രമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് അതിനുള്ളിലുള്ള അംഗങ്ങളുടെ ക്വാളിറ്റി, അവരുടെ ആക്റ്റീവായ ഇടപെടൽ, ദൈവികമായ ഗുണഗണങ്ങളെ വർദ്ധിപ്പിക്കൽ. ഇതെല്ലാം പ്രധാനമാണ്. എണ്ണം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. എണ്ണം വർദ്ധിക്കുകയും ചെയ്യും. പക്ഷേ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനകത്തുള്ള വിശ്വാസികളുടെ ദൈവജനത്തിൻ്റെ എല്ലാ തരത്തിലുള്ള നാനാവിധത്തിലുള്ള വളർച്ചയും മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ടുള്ള ആ വികാസം അനുസരിച്ചിട്ടാണ് ഇത് ഭൗതിക വളർച്ചയും സംഭവിക്കുക. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെപ്പറ്റി പൗലോസ് 1-2 കാര്യങ്ങൾ ഇവിടെ ബോധിപ്പിക്കുന്നുണ്ട്. അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ 16 അധ്യായത്തിൻ്റെ 1 മുതലുള്ള 4 വരെ വാക്യങ്ങളിൽ അദ്ദേഹം പറയുന്നത്, ഒന്നാമത്തെ കാര്യം, കഷ്ടപ്പെടുന്ന ജനത്തോട്, ദൈവജനത്തോട് നിങ്ങൾക്കൊരു സോളിഡാരിറ്റി ഉണ്ടായിരിക്കണം, നിങ്ങൾക്കൊരു ഐക്യദാർഢ്യം ഉണ്ടായിരിക്കണം, സഹവർത്തിത്വം ഉണ്ടായിരിക്കണം. അവരോട് ഐക്യദാർഢ്യപ്പെടാൻ നിങ്ങൾക്ക് കഴിയണം. കഷ്ടപ്പെടുന്ന ജനസമൂഹമുണ്ട്, ദൈവജനമുണ്ട്. എന്താ ഇവിടെ സംഭവിച്ചത്? വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് യെരുശലേമിലെ സഭ നേരിട്ടിട്ടുള്ള സാമ്പത്തികമായ പ്രതിസന്ധി. അതിനുവേണ്ടി അദ്ദേഹം ധർമ്മശേഖരങ്ങൾ നടത്തി നമ്മൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു. അപ്പോൾ ആ ധർമ്മശേഖരം, അവർക്ക് വേണ്ടിയുള്ള കളക്ഷൻ, അതാണ്. അപ്പോൾ സഫർ ചെയ്യുന്ന സഭയ്ക്ക് വേണ്ടി, കഷ്ടപ്പെടുന്ന സാമ്പത്തികമായ പ്രയാസം നേരിടുന്ന സഭയ്ക്ക് വേണ്ടിയുള്ള കളക്ഷൻ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവർക്കും അദ്ദേഹം പറഞ്ഞതിൻ്റെ പറയാം, എല്ലാവർക്കും കുറേ പേർക്ക് സുഭിക്ഷം ദുർഭിക്ഷം ഉണ്ടാകണമെന്നല്ല, കുറച്ച് പേർക്ക് നന്മയും കൂടുതലും, കുറച്ച് പേർക്ക് കുറവും ഉണ്ടാകണമെന്നുള്ളതല്ല. എല്ലാവരും സമത്വം ഉണ്ടാകണം, എല്ലാവരും ഏറെക്കുറെ ഒരുപോലെ വളരാൻ കഴിയണം എന്നുള്ളതാണ് ഈ പൗലോസിൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ അദ്ദേഹം ചെയ്യുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൻ്റെ 1 മുതൽ വായിക്കുന്നത് അങ്ങനെയാണ്.
വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരണത്തിൻ്റെ കാര്യത്തിലും ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. അപ്പോൾ ഗലാത്യയിലെ സഭകളോട് പറഞ്ഞു ഇങ്ങനെ ഒരു കളക്ഷൻ്റെ ആവശ്യമുണ്ട്. ആരാണ്? സഭ പ്രയാസത്തിൽ യെരുശലേമിൽ, പ്രത്യേകിച്ച് യെരുശലേമിലെ സഭയിലുള്ള ദൈവജന സാമ്പത്തിക ഞെരുക്കൾ കടന്നു പോകും. നിങ്ങളതിനെപ്പറ്റി കേട്ടതാണ് ഓൾറെഡി. എന്താണ്? സഭ വിചാരിച്ചു കർത്താവ് പെട്ടെന്ന് വരും എന്ന് വിചാരിച്ചു. അവരെല്ലാ വസ്തുക്കളും വിറ്റ് ഒരു അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുകയും ഒക്കെ ചെയ്തൊരു ഒരു പ്രത്യേക അനുഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതി ഇന്നും നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങൾ ചിലയിടത്തൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ദൂഷ്യവശം ഈ കാലഘട്ടത്തിലും. അതൊരു വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ്. കൃത്യമില്ലാത്ത, ക്രമമല്ലാത്ത, ബാലൻസ്ഡ് അല്ലാത്ത ഭൗതിക ജീവിതത്തെ അല്ലെങ്കിൽ സാമ്പത്തിക ക്രമത്തെയൊക്കെ പഠിപ്പിക്കുന്ന മേഖലകളുണ്ട്. വളരെ സൂക്ഷ്മതയോടെ ഇരിക്കുക. ഇതിൽ നമുക്ക് പിടികിട്ടുന്നൊരു കാര്യം, സഭ, യെരുശലേമിലെ സഭ നേരിട്ട് സാമ്പത്തികമായി വളരെ ശോഷിച്ച അവസ്ഥയിൽ കടന്നു പോകുന്നു. കാരണം എന്താണ്? ഇവർ വിശ്വസിച്ച് കർത്താവ് ഉടനെ വരുമെന്നുള്ളത് കൊണ്ട്, കർത്താവിൻ്റെ വരവ് അടുത്തു എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിലൊന്നും വേണ്ട, ഇവിടെയൊന്നും നമുക്കില്ല എന്നുള്ള ഒരു ബോധ്യത്തിലേക്കും ചിന്തയിലേക്കും അവർ കടന്നു പോയതുകൊണ്ട് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം അവർ വിറ്റ് പെറുക്കി പെട്ടെന്ന് അങ്ങ് തീർന്നുപോയി. ഈ സമ്പത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സമ്പത്ത് അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം, അതില്ലാതെ പറ്റത്തില്ല. അതിന് വരാനുള്ള വഴികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അതിന് പ്രതിസന്ധി നേരിടും. അപ്പോൾ അത്തരത്തിൽ പൗലോസ് മറ്റൊരു എക്കണോമിക് സ്ട്രാറ്റജി ഉപയോഗിച്ചതാണ് ഈ കാണുന്നത്. അദ്ദേഹം ഗലാത്യയിലെ സഭകളോടും പറഞ്ഞ പോലെ തന്നെ കൊരിന്ത്യയിലെ സഭകളോടും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയുന്ന ആ മെത്തേഡ് നിങ്ങൾ ശ്രദ്ധിച്ചു. ഞാൻ വരുന്ന ശേഷം മാത്രം എന്ന് വെച്ചാൽ ഞാൻ വന്നിട്ട് പെട്ടെന്ന് സ്വത്രാഴ്ച എടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളിപ്പോഴേ അതിനു വേണ്ടി കരുതി തുടങ്ങണം. ഒരു ശീലം, ഒരു പരിശീലനം തന്നെ ഉണ്ടാക്കുക. ആ ഞരകം സഭകൾക്ക് വേണ്ടി, ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു കരുതുന്ന ഒരു മനസ്സ്. സഭ എവിടെയാണ് വീക്കാവുന്നത്, എവിടെയാണ് ബലഹീനമാകുന്നത്, അവിടെയൊക്കെ കരുതുന്ന ഒരു മനസ്സ്. ഞാൻ IET വർക്ക് ചെയ്യുന്ന കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. IET എന്ന് പറയുന്നത് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ചില ജോലികൾ ചെയ്ത്, പ്രത്യേക ചില കൃഷികളൊക്കെ ചെയ്ത് അതിൻ്റെ ലാഭം അങ്ങോട്ട് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആളുകൾ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്ന ആളുകളെ പറ്റി കേട്ടിട്ടുണ്ട്. അവരുടെ മിനിസ്ട്രിയുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സ്, 70% സപ്പോർട്ടേഴ്സ് ആ സമയത്ത് ഞാൻ കേട്ടിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നും, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു രീതി, സഭ എവിടെയാണ് ക്ഷീണിക്കുന്നത് അവിടേക്ക് കൊടുക്കുന്ന ഒരു രീതി, അതാണ് പൗലോസ് പറയുന്ന കാര്യം. അപ്പോൾ അതിനുവേണ്ടി ഒരു കരുതൽ, അതിനുവേണ്ടിയുള്ള കരുതുന്ന, സോളിഡാരിറ്റിയുള്ള, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ സുഭിക്ഷത മാത്രമാണ് ലക്ഷ്യമെന്ന് വിചാരിക്കുന്നത് ഒരു നല്ല ക്രിസ്തീയ സ്വഭാവമല്ല എന്നുള്ളതാണ് പൗലോസോട് പറഞ്ഞു വയ്ക്കുന്നത്. എനിക്കുമുണ്ടാകണം, മറ്റുള്ളവർക്കും ഉണ്ടാകണം എന്ന് പറയുന്ന തരത്തിലേക്ക് ഷെയർ ചെയ്യുന്ന, കരുതുന്ന ഒരു മനസ്സ്. ഇത് ആത്മീയതയുടെ ഭാഗമാണെന്ന് വെച്ചാൽ ആത്മീയതയുടെ ഭാഗമായതുകൊണ്ടായിരിക്കുമല്ലോ ഇത് എഴുതി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഭൗതികതയും ആത്മീയതയും തമ്മിൽ ഉള്ള ഒരു ബന്ധമാണ് ഇവിടെ നിർവചിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഉള്ളിലും ഉണ്ടായി വരേണ്ട ഒരു കാര്യം, ദൈവരാജ്യത്തിനകത്ത് പ്രയാസപ്പെടുന്ന മണ്ഡലങ്ങളിൽ, ആളുകളിൽ അവിടേക്ക് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പോയ ഇടത്ത് ഞാൻ നേരിട്ട ഒരു പ്രതിസന്ധി അതായിരുന്നു. പലതും കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ പിൻവലിഞ്ഞ് സ്വതന്ത്രം പറഞ്ഞ് പോരാൻ കഴിയാത്ത ചില മേഖലകളെ ഞാൻ കണ്ടു. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ കയ്യിലുള്ളതും നിങ്ങളുടെ കയ്യിലുള്ളതിനൊക്കെ ദൈവരാജ്യത്തിനകത്തൊരു പർപ്പസ് ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അതിലേക്ക് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ അതിന് കാര്യമായിട്ടുള്ള ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരൊന്നും ആവുന്നില്ല. സഭയാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാലൻസിങ്ങിനകത്താണ്. ഒത്തിരിയേറെ മിഷൻസിനെ സപ്പോർട്ട് ചെയ്ത് വിദേശ രാജ്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കാരണമാകുന്ന, അവരുടെ കയ്യിലുള്ള വെൽത്ത് അവരുടെ കയ്യിലിരുന്നാൽ പോരെ? എന്തുകൊണ്ടാണ് മറ്റൊരിടത്തേക്ക് പോകണം, മറ്റൊരിടത്ത് കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ്? എത്രയോ മിഷണറി സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? ഇതിൻ്റെ എല്ലാം കാരണം ഈ മനോഭാവമാണ്. സഭ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഒരു ശരീരമാണ്. കൈക്ക് പറ്റുന്ന കേട് കൈയുടേതാണ് എന്ന് വിചാരിച്ച് തലയ്ക്കോ മറ്റു കൈക്കോ ഒന്നും വെറുതെ ഇരിക്കാൻ കഴിയില്ല. കാലിനും പറ്റുന്ന കേട് മറ്റുള്ള കൈകളെയും മറ്റ് ശരീരത്തിൻ്റെ ഭാഗങ്ങളെയും ബാധിക്കുമെന്നുള്ള അറിവ്. അപ്പോൾ നമ്മളൊരു ശരീരം എന്ന നിലയ്ക്ക് ഈ ഒരു കരുതലിൻ്റെ സ്വഭാവം, കരുതലിൻ്റെ ഒരു ജീവിത ശൈലി ഉണ്ടാക്കിയെടുക്കണം. അതാ പറയുന്നത്, ഞാൻ വന്നിട്ട് കളക്ഷൻ എടുക്കാൻ വേണ്ടി നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും നിങ്ങൾ ഓരോരുത്തരും തനിക്ക് കഴിവുള്ളത് ചരതിച്ച് തൻ്റെ പക്കൽ വെച്ചുകൊള്ളണം.
ഓരോ ദിവസവും നിങ്ങൾ കരുതി വെക്കണം, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി സാക്ഷി നിൽക്കുന്നവർക്ക് വേണ്ടി. ഏതായാലും ഈ പ്രാവശ്യത്തെ പോക്കിനകത്ത് എൻ്റെ ഉള്ളിൽ ചില തീരുമാനങ്ങളുണ്ടായി. എൻ്റെ കണ്ണ് കുറേ കൂടെ വിശാലമായി തുറന്നു എനിക്ക് തോന്നുന്നു. നമ്മൾക്ക് ആഴമായ ചില കമ്മിറ്റ്മെൻറ്റ് ചില മേഖലകൾ ഉണ്ടാവണം. ഈ ഒരു കാര്യത്തിൽ കൃത്യമായ കമ്മിറ്റ്മെൻറ്റ്, അത് 1 രൂപയാകട്ടെ. എനിക്കറിയാം, എൻ്റെ കൂടെ എൻ്റെ നാട്ടിലുണ്ടായിരുന്ന പോസ്റ്റ്മാനായ ഒരാൾ, ആ കാലത്ത് പുള്ളി 15 രൂപയൊക്കെ അയക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഈ മണി ഓർഡറായിട്ട് ഓരോരോ മിഷൻസിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആളുകൾ കാര്യങ്ങളെ ചെയ്യുന്നത്. ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് ചെറുതാവട്ടെ വലുതാവട്ടെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ മനസ്സാണ്. വിധവയുടെ 2 കാശിനെ കണക്കിടുന്ന കർത്താവിന് നമ്മളുടെ 10 രൂപയ്ക്കും വിലയുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് വിശുദ്ധന്മാരുടെ ശേഖരം വലിയ പ്രധാനപ്പെട്ട വിഷയമായിട്ട് പൗലോസ് ഇവിടെ അവതരിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ചില തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയണം. എവിടെയാണ് ഞാൻ അത്തരത്തിൽ ഇടപെടേണ്ടത്? ഞാനും എനിക്കും എൻ്റെ തലമുറയ്ക്കും വേണ്ടി സമ്പാദിക്കുവാനുള്ള ത്വര നമുക്കെല്ലാം ഉണ്ട്, ഉണ്ടാവേണ്ടതുമാണ്. അത് തെറ്റായ കാര്യമല്ല, ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അതിനപ്പുറത്ത് ദൈവരാജ്യത്തിനകത്ത് ഞാൻ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? കർത്താവിൻ്റെ രാജ്യത്തിനകത്ത് എനിക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഞരങ്ങുന്ന കൂട്ടു സഹോദരൻ്റെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? മറ്റൊരാൾക്ക് അവരുടെ പ്രതിസന്ധി മനസ്സിലാക്കാൻ എനിക്ക് കണ്ണുണ്ടോ, കാഴ്ചയുണ്ടോ എന്നൊക്കെയുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ആരൊക്കെയാണ് സഫർ ചെയ്യുന്നത്, വേദനപ്പെടുന്നത്, നിരാശപ്പെടുന്നത്, തളർന്നു പോകുന്നത്, അവരെ താങ്ങി നിർത്താനുള്ള ഒരു മനോനില, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് അനുദിനം ഉണ്ടാകണമെന്ന് അദ്ദേഹം നമ്മളെ പ്രബോധിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, സ്ട്രെങ്തനിങ് ദ റിലേഷൻഷിപ്പ് വിത്ത് സ്പിരിച്വൽ അതോറിറ്റി. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് താമസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് സാധാരണ പോലെയല്ല. ഞാൻ കുറച്ച് വിൻ്റർ, മഞ്ഞുകാലം മുഴുവൻ ഞാൻ നിങ്ങളുടെ കൂടെ, ഹിമകാലം നിങ്ങളുടെ കൂടെ കഴിക്കാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങളോടുള്ളൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളോട് കൂടുതലൊരു തുടർമാനമായ ഫെലോഷിപ്പ് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരിക്കും കാരണം? ഒത്തിരിയേറെ പ്രശ്നങ്ങളായി, പൗലോസിനെതിരെ ചോദ്യങ്ങളായി, അദ്ദേഹത്തിൻ്റെ അതോറിറ്റിക്കെതിരെ വെല്ലുവിളികളായി, പൗലോസ് പ്രാപ്തനല്ല എന്നുള്ള വിഷയങ്ങളായി, പലരുടെ പേരിൽ സഭ വിഭജിച്ചിരിക്കുന്നു, പല നേതാക്കന്മാരുടെ പിറകിൽ പലരായി വിഘടിച്ച് കിടക്കുന്നു. ഇത് സഭയുടെ സ്ഥാപകനായ പൗലോസിന് ഈ ജനത്തോടു കൂടെ കുറച്ച് നാൾ വസിക്കാൻ ആഗ്രഹമുണ്ടാകുന്നു. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. സഭയുടെ ആത്മീയ അധികാരവുമായിട്ടുള്ള ബന്ധം സഭയ്ക്ക് നിരന്തരമായി ഉണ്ടാവേണ്ടതാണ്. കാരണം ആ ബന്ധത്തിലാണ് സഭ ഒരുമിച്ച് കൂടുന്നത്, ആ ബന്ധത്തിലാണ് സഭ ഒരുമിച്ച് നിൽക്കുന്നത്, ആ ബന്ധത്തിലാണ് സഭ വളരുന്നത്, ആ ബന്ധത്തിലാണ് സഭയ്ക്ക് ജീവൻ നിലനിൽക്കുന്നത്. കാരണം ആ സഭയുടെ മുന്നോട്ടുള്ള യാത്രയെ സഹായിക്കാനുള്ള ആത്മീയ ദർശനം ആരുടെ കയ്യിലാണുള്ളത്? ആ സഭയുടെ ആത്മീയ അധികാരത്തിനാണുള്ളത്. പൗലോസാണ് സഭ സ്ഥാപിച്ചത്, പൗലോസാണ് അതിനുവേണ്ടി കഷ്ടത അനുഭവിച്ചത്, പൗലോസാണ് അതിനു വേണ്ടി വില കൊടുത്തത്. ആ പൗലോസിന് അറിയാം ഇത് തളരുമ്പോൾ. അതാണ് ഈ പലരുടെ നേതൃത്വത്തിൽ ഇവിടെ സഭ പിളർന്നെങ്കിലും, സഭയിലെ നേതൃത്വങ്ങൾ പലരും വന്നെങ്കിലും, ഇത് ഉത്തരവാദിത്തം ആരായിട്ടെടുക്കുന്നത്? സഭ സ്ഥാപിച്ച ആൾ തന്നെയാണ്. അതിന് സഭയുടെ ആ ഉത്തരവാദിത്തത്തിൽ, അല്ലെങ്കിൽ അതിന് ദൈവം നിയോഗിച്ച മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് ആത്മീയ അധികാരങ്ങളുമായിട്ട് സഭയ്ക്ക് ഒരു നല്ല ഡീപ്പനിങ് റിലേഷൻഷിപ്പ് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നമ്മൾ നിരന്തരമായി ആഗ്രഹിക്കുകയും ആ ഫെലോഷിപ്പിന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യേണ്ടത് ഒരു സഭയുടെ ആവശ്യമാണ്. അല്ലാത്തടത്തോളം കാലം എന്തുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു? ആ സഭയ്ക്കകത്ത് ഭിന്നതകളുണ്ടാവാം, ആശയങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻസ് ഉണ്ടാകും, വ്യത്യസ്തമായ കോൺസെപ്റ്റുകൾ അതിനകത്ത് വന്നു കയറും, ഒത്തിരിയേറെ ആശയ പ്രശ്നങ്ങളുണ്ടാവും, കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഈ നിരന്തരമായിട്ടുള്ള സമ്പർക്കമില്ലാതെയും വിശ്വാസത്തിൽ ഉറയ്ക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവദാസന്മാരും ദൈവമക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ എപ്പോഴും നിലനിൽക്കേണ്ടതും ഉറപ്പിക്കപ്പെടേണ്ടതുമാണ്. അതിൽ നിന്ന് മാറി വരുന്നിടത്താണ് അപകടമുണ്ടാകുന്നതെന്ന് പൗലോസ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഞാനിനി നിങ്ങളുടെ കൂടെ പാർക്കാൻ ആഗ്രഹിക്കും. നിങ്ങൾ എന്നെ യാത്ര ചെയ്യപ്പാൻ തക്കവണ്ണം പക്ഷേ നിങ്ങളോടുകൂടെ പാർക്കും. നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധത്തെ കുറേ കൂടെ എനിക്ക് ഉറപ്പാക്കണമെന്ന്, സ്ട്രോങ് ആക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നെ യാത്ര ചെയ്യത്തക്ക രീതിയിൽ നിങ്ങളോടൊപ്പം വസിക്കുവാൻ, നിങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കുവാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. കർത്താവ് അനുവദിച്ചാൽ കുറേ കാലം നിങ്ങളോട് പാർപ്പാൻ ആശിക്കുന്നുണ്ട്. ഞാൻ ഈ പ്രാവശ്യം കടന്നു പോകും വഴിയിലല്ല നിങ്ങളെ കാണുവാൻ അയച്ചു. അതുകൊണ്ട് കുറേ കാലം നിങ്ങളോട് ജീവിക്കാൻ താല്പര്യപ്പെടും. ഇതൊരു നിരന്തരമായ ബന്ധമാണ്. ദൈവത്തിൻ്റെ ദാസനോടൊപ്പമുള്ള ദൈവിക അധികാരങ്ങളുള്ള നിരന്തര ബന്ധത്തിലാണ് ദൈവജനം വളരുന്നത്. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായിട്ടും പല ടീച്ചിങ്സ് വന്ന് കയറും നമ്മുടെ തലയിൽ, പല ആശയങ്ങൾ വന്ന് കയറും.
നമ്മളെ ദൈവം എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വിശ്വാസത്തിലേക്ക് വന്ന ഒരാൾ, അദ്ദേഹത്തെ പലരും കൊണ്ടുപോയി. മറ്റൊരു വിശ്വാസത്തിൽ വന്ന ആളായതുകൊണ്ട് ഇദ്ദേഹത്തിന് ഗൈഡൻസ് അവിടുന്ന് കിട്ടി, ഇവിടുന്ന് കിട്ടി, 150 ഗൈഡൻസ് വന്ന് അവസാനം ഇദ്ദേഹം ഇപ്പോൾ വിശ്വാസത്തിലില്ല, നിലവിലില്ല. എനിക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം ദൈവകൃപ എന്ന് മാറിപ്പോയിരിക്കുന്നു. എത്ര ആത്മാർത്ഥയോടെ വന്ന ഒരാളായിരുന്നു അറിയാമോ? ഇതിൻ്റെ കാരണം പലവിധ പഠിപ്പിക്കലുകൾ, പലവിധ അറിവുകൾ, നിർദ്ദേശങ്ങൾ, ലീഡർഷിപ്പുകൾ, നമ്മളെ ആകർഷിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളെല്ലാം വന്ന് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനാവാതെ നമ്മൾ ചെതറിപ്പോവും. ഇത് വരാതിരിക്കണമെങ്കിൽ ദൈവിക അധികാരങ്ങളുമായിട്ടുള്ള നമ്മളെ ബന്ധത്തെ നമ്മൾ ഉറപ്പിച്ചു നിർത്തുകയും നിരന്തരം പരിപാലിക്കപ്പെടും. അതുകൊണ്ടാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ കുറച്ചാളം താമസിക്കാൻ പോവുക, നിങ്ങൾ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുമല്ലേ, നമ്മൾ തമ്മിലുള്ള ബന്ധം വലഞ്ഞത് കൊണ്ടാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടായെന്ന് പൗലോസിന് തിരിച്ചറിയുക. ഞാൻ നിങ്ങളുടെ കൂടെ കുറേ താമസിക്കാൻ താല്പര്യപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എനിക്കൊരു നല്ല വാതിൽ തുറന്നിട്ടുണ്ട്, ഞാനുണ്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളും അടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ ദൈവികമായ പ്രക്രിയയിൽ നമ്മൾ ദൈവിക ജ്ഞാനത്തെ സ്വീകരിക്കാനും ദൈവികമായ നിർദ്ദേശങ്ങളെ സ്വീകരിക്കാനും ദൈവിക അധികാരങ്ങളുമായിട്ട് ചേർന്നിരിക്കുവാനായിട്ടുള്ള നിർദ്ദേശം ഈ വേദഭാഗത്തുണ്ട്. അത് നമ്മൾ അലസമായി കാണാതെ വളരെ പ്രധാനപ്പെട്ട തിരിച്ചറിഞ്ഞുകൊണ്ട് ദിനംതോറും വളരുന്ന മനുഷ്യരായിട്ട് മാറണം. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ക്രിസ്തുവിൽ വളരുക എന്നുള്ളതാണ്. ക്രിസ്തുവിൽ വളരണം നമുക്ക് എന്താവശ്യമുണ്ട്? ദൈവികമായ നിയോഗങ്ങൾ ആവശ്യമുണ്ട്, ദൈവിക നിർദ്ദേശങ്ങൾ ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും നമുക്ക് ദിനംതോറും കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ 100% ശരിയായ മനുഷ്യരല്ല, അല്ലേ? നമുക്കെപ്പോഴും നിരന്തരമായ കറക്ഷൻസ് ആവശ്യമുണ്ട്. ഓരോ ഭാഗങ്ങളും നമ്മൾ മറികടന്ന് ജയിച്ചു പോകേണ്ടത് ആവശ്യം നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് നിരന്തരമായ ആത്മീയ അധികാരങ്ങളുമായിട്ടുള്ള സമ്പർക്കം നിരന്തരം ആവശ്യമുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് ആരുടെയൊന്നും ഗൈഡൻസ് ആവശ്യമില്ല, ഞാനും ദൈവമായിട്ട് ഭയങ്കര ആഴമേറിയ ബന്ധങ്ങളുള്ളവരാണെന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ വചനം വായിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കും, എല്ലാം ശരിയാണ്. വചനം വായിക്കുമ്പോൾ ദൈവം നിങ്ങൾ സംസാരിക്കും, അല്ലേ? എന്നോട് സംസാരിക്കും, നമ്മളെല്ലാവരും സംസാരിക്കും. ഇല്ല, അല്ലാതെ ദൈവത്തിൻ്റെ വചനം ശബ്ദം നമ്മൾ കേൾക്കാറുണ്ട്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വ്യവസ്ഥകളെ മാനിക്കുന്ന ദൈവമാണ്. ദൈവം വെച്ച സംവിധാനങ്ങളെ ദൈവം മാനിക്കുന്ന ദൈവം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ ഇസ്രായേലിനും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. എന്താണ് അവൻ പിന്നെയും എടുക്കുന്നത്? കാരണം അവനിലേക്ക് എത്തുന്ന ആ ദൈവികമായ ഉടമ്പടിയുടെ റൂട്ടാണത്. നിങ്ങളിലേക്കും എന്നിലേക്കും ചില ആത്മീയ അധികാരങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മളൊക്കെ. അവരവരുടെ സമയം, അവരുടെ ജീവിതം ഒക്കെ കൊടുത്തിട്ടാണ്. നമ്മളിൽ പലരും നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ അവസ്ഥയിലാകുന്നത്. ആരൊക്കെയോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കരയുകയും നിലവിളിക്കുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മളിന്ന് ആയിരിക്കുന്ന ഇടത്തിലായിരിക്കുന്നത്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഈ കരയുന്ന വഞ്ചി വിട്ടുപോയതുപോലെ നമ്മൾ സ്വതന്ത്രമെന്ന് നമുക്ക്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. നമ്മളിലേക്ക് ദൈവം എത്തി വന്ന ചില വഴികളുണ്ട്, ചില മനുഷ്യർ ഉപയോഗിച്ചിട്ടുണ്ട്, ചില ആത്മീയ അധികാരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ അങ്ങനെ വന്ന് പെട്ട കുട്ടികളെ എനിക്കറിയാം. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകും, നിങ്ങളെ ദൈവം ഇതുവരെ ഗൈഡ് ചെയ്ത വഴിയിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും. അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ശരിയായ ഉത്തരമുണ്ട്. പലപ്പോഴും നമ്മൾ യാത്ര ചെയ്ത് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾക്കൊരു തോന്നലുണ്ടാകും, നമ്മുടേതായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും നമ്മുടേതായ ചിന്തകളും ദർശനങ്ങളൊക്കെ ആയിട്ടൊക്കെ പോയേക്കാൻ നമുക്ക് തോന്നിപ്പോവും. പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ യാഥാർത്ഥ്യം. അവിടെ നമ്മൾ ഈ കരയിന്ന് പോയ വഞ്ചി പോലെ കെട്ടുവിട്ട വഞ്ചി പോലെയാവും. ഒരുപക്ഷെ കാറ്റിലും കോളിലും ഒക്കെ തളർന്ന് ഇല്ലാതെയായി പോയേക്കാം. അതുകൊണ്ട് ദൈവിക അധികാരങ്ങളെ, ദൈവം ഉപയോഗിച്ച അധികാരങ്ങളുമായിട്ടുള്ള നമ്മുടെ ആത്മീയമായ അധികാരങ്ങൾ, കുറച്ചും കൂടെ പച്ചയായ ഭാഷയിൽ പറഞ്ഞാൽ ദൈവികമായ ഒരു പിതൃത്വമുണ്ട്, ആത്മീയ പിതൃത്വമുണ്ട്, ഈ സ്പിരിച്വൽ പേരൻ്റ്ഹുഡുണ്ട്. അത് പ്രധാനമാണ്. അതാണ് നമുക്ക് നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവം അവരെയാണ് ഉപയോഗിച്ചത്. കാരണം നമുക്ക് വേണ്ടി ഇടിവിൽ നിന്നവർ അവരാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, കരഞ്ഞവർ, നമ്മളെ ഓർത്ത് വ്യാകുലപ്പെട്ടവർ അവരാണ്. അവരോടുള്ള സഹവാസമാണ് നമ്മളെ റെസ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ എന്തിനായിരിക്കും ഒരു പക്ഷേ പൗലോസ് അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്? എന്തിനാണ്? അവരോട് ഭക്ഷണം കഴിഞ്ഞ് ജീവിക്കാനല്ലല്ലോ, ആ ജനവുമായിട്ടുള്ള ആത്മീയ ബന്ധത്തെ പുതുക്കാനും അവരുടെ ആത്മീയമായ ജീവിതത്തെ ഒരിക്കൽ കൂടി ബലപ്പെടുത്താനും ഒക്കെ ആയിട്ടാണ്. ആ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ പ്രധാനമാണ്. നമുക്ക് പലപ്പോഴും തോന്നിയേക്കാം, ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല എന്നൊക്കെ തോന്നി. അങ്ങനെ പോയവരുടെ എല്ലാം എനിക്കറിയാം. ഒത്തിരി പേരെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അവസാനം പരിതാപകരമാണ്. ആത്മീയത്തിൽ വളർച്ചയില്ലാതെ മുരടിച്ച് സ്റ്റക്കായി പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്തരം പാഠങ്ങളിൽ നിന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞ് എൻ്റെ ആത്മീയ അധികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും നിൽക്കണമെന്നും റിലേറ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനമെടുത്തതിൻ്റെ കാരണം അതാണ്. കാരണം ദൈവം നമ്മളിലേക്ക് എത്തിയ വഴികളതാണ്, ദൈവം നമ്മളെ കണ്ടെത്താൻ ഉപയോഗിച്ച മാർഗ്ഗങ്ങൾ അതാണ്.
അത്തരം മാർഗങ്ങളിലാണ് നമ്മുടെ ഫർദറായിട്ടുള്ള പോക്കിനകത്തും പ്രതിസന്ധികളെ നേരിടാനുള്ള ശക്തി ദൈവം നമുക്ക് പകർന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ആ ബന്ധത്തെ നമുക്ക് ജീവിപ്പിക്കാൻ കഴിയണം, ദൈവിക അധികാരവുമായിട്ടുള്ള ബന്ധത്തെ. മൂന്നാമത്തെ കാര്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻകറേജ്മെൻറ്റ് ടു ദി എമർജിങ് മിനിസ്റ്റേഴ്സ്. അദ്ദേഹം പറയുന്നത്, തിമോഥെയോസ് വരാൻ താല്പര്യപ്പെടുന്നുണ്ട്, വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ നോക്കുന്നത്, നിങ്ങൾ അദ്ദേഹത്തെ ഭയപ്പെടുത്തരുത്, പ്രയാസപ്പെടുത്തരുത്. അതായത് ഒരു ലീഡർഷിപ്പ്, ഒരാത്മീയ ലീഡർഷിപ്പ് ഉണ്ടായി വരുന്നുണ്ട്. ഇത് എന്നെക്കൊണ്ട് തന്നെ തീർക്കാമെന്ന് പൗലോസ് ഒരിക്കലും തീരുമാനിക്കുന്നില്ല. എൻ്റെ ശുശ്രൂഷ കൊണ്ട് തന്നെ ഇതെല്ലാം തീർക്കാമെന്നല്ല പൗലോസ് തീരുമാനിക്കുന്നത്. മറിച്ച് അദ്ദേഹം പറയുന്നു, എനിക്ക് ശേഷം പിന്നെയും ആളുകൾ വരേണ്ടതായിട്ടുണ്ട്, നിങ്ങളെ ശുശ്രൂഷിക്കേണ്ടതായിട്ടുണ്ട്. തിമോഥെയോസ് വരാനുണ്ട്, അപ്പൊല്ലോസ് വരാൻ താല്പര്യമില്ല എങ്കിലും വന്നേക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവരെ അപ്ഹോൾഡ് ചെയ്യണം, നിങ്ങൾ അദ്ദേഹത്തെ താങ്ങി നിർത്തണം, അവരുടെ ഒപ്പം നിൽക്കണം, അവരെ ബലപ്പെടുത്തണം. സഭയുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് പ്രധാനമാണ് വരുന്ന കണ്ടിന്യൂറ്റി ഓഫ് ദ ലീഡർഷിപ്പ്. ദൈവസഭയുടെ മിനിസ്റ്റേഴ്സിൻ്റെ മുന്നോട്ടുള്ള ആ വളർച്ചയും അവരോടുള്ള സഹവാസവും വളരെ പ്രധാനമാണ്. ഇത് എന്നെക്കൊണ്ട് അവസാനിപ്പിക്കണമെന്നല്ല പൗലോസ് തീരുമാനിക്കുന്നത്. മറിച്ച് ഇനിയും മുന്നോട്ട് യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത തലമുറയിലുള്ള തിമോഥെയോസിനെ പോലുള്ള ആളുകളെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അവർ വരുമ്പോൾ നിങ്ങളവരെ നിരുത്സാഹപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള ശേഷി നിങ്ങൾ കാണിക്കണം, ഓപ്പൺനെസ് നിങ്ങൾ കാണിക്കണം എന്ന് പറഞ്ഞ് പൗലോസ് അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി വഴി തുറന്നു കൊടുക്കുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് വളരുന്ന സഭയുടെ ലക്ഷണമാണ്. നമുക്കിടയിൽ നിന്ന് ഇതുപോലെ തിമോഥെയോസ്മാർ എഴുന്നേറ്റ് വരേണ്ടതായിട്ടുണ്ട്. നമുക്ക് അത്തരം ശുശ്രൂഷകളെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ദൈവികമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി മുന്നോട്ട് വരുന്ന പുതിയ തലമുറകളെ നമ്മൾക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ അലക്ഷ്യമാക്കാതെ ശുശ്രൂഷയെ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന സഭയായിട്ട് മാറണം. എന്നാലേ സഭ വളരുന്നുള്ളൂ. സഭ എന്ന് പറയുന്നത് ഒരു തലമുറയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, വരും തലമുറകളിലേക്ക് തുടർന്നാലേ സഭയായി നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് ഒരു കൂട്ടമായി അവശേഷിച്ച് അവിടെ തീർന്നങ്ങ് പോവുകയുള്ളൂ. അങ്ങനെയുള്ള സഭാ സമൂഹങ്ങൾ പെന്തക്കോസ്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ടായ പലതും ഇന്നില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ. ഞങ്ങളുടെ സമയത്ത് എൻ്റെ ചെറുപ്പകാലത്ത് നടന്ന എത്രയോ കൺവെൻഷനുകൾ ഇന്നില്ല. അവിടെയൊന്നും കൺവെൻഷനും ഇല്ല, സഭയില്ല. എന്ത് സംഭവിച്ചു? അടുത്ത തലമുറയിലേക്ക് അത് തുടരാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒട്ടേറെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആത്മീയ കൂട്ടായ്മകൾ പലതും നിന്നുപോയി. കാരണം എന്താണ്? വളരെ നല്ല ലക്ഷ്യങ്ങളും വളരെ ശ്രമങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അവയ്ക്കും തുടരാൻ കഴിയാതെ പോയത് ഈ ഒരു പ്രക്രിയ കൊണ്ടാണ്. അതുകൊണ്ട് ദൈവജനമേ, നമ്മൾക്ക് അടുത്തൊരു ദർശനം ഉണ്ടായിരിക്കണം, മുന്നോട്ട് പോകുന്നതിനെ പറ്റി ഒരു കാഴ്ച. എന്നാലേ സഭയ്ക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. ഞാൻ പറയുന്നതെല്ലാം വളരുന്ന സഭയെ പറ്റിയാണ്, തുടരുന്ന സഭയെ പറ്റിയാണ്, നിലനിൽക്കുന്ന സഭയെ പറ്റിയാണ്. നമ്മുടെ റോൾ എന്താണ്? നമ്മുടെ റോൾ ഇതാണ്: അടുത്ത എമർജ് ചെയ്യുന്ന വളരുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ നിലനിർത്തുക, അവരിലൂടെ സഭ മുന്നോട്ട് പോകണമെന്ന് നമ്മൾ സ്വപ്നം കാണും, അതിനുവേണ്ടി അധ്വാനിക്കുക. ഞാൻ 3 കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിച്ചത് ഈ വിഷയത്തിനകത്ത്. ഒന്ന്, സഫർ ചെയ്യുന്ന കൂട്ടുവിശ്വാസികളെ കരുതാനുള്ള ഒരു നിരന്തര ശ്രമം അത് എപ്പോഴും വന്നൊരു കളക്ഷൻ എടുത്ത് കൊടുക്കലല്ല, നിങ്ങൾ വായിച്ചു നോക്കണം. അത് നിങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടേ ഇരിക്കണം. എനിക്ക് വരാൻ വേണ്ടി കാത്തിരിക്കരുത്. നിരന്തരമായി കരുതുന്ന ഒരു സ്വഭാവം. അങ്ങനെ സഭ കരുതും. പലയിടത്തും സഭ ക്രിസ്തീയ രാജ്യങ്ങൾ കരുതിയുകൊണ്ടാണ് പലയിടത്തുമൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായത്. അത് ഇനി നമ്മളും കരുതേണ്ട സമയമായില്ലേ? അതോ ഇനി കാത്തിരിക്കണോ? നമ്മൾ കരുതിയൊക്കെ ചെയ്യേണ്ട സമയമായില്ലേ? പണ്ടേ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കരുതുന്ന ഒരു സഭ ഉണ്ടാവണം. 2, ഞാൻ പറഞ്ഞത് ആത്മീയ അധികാരവുമായിട്ടുള്ള നിരന്തര സമ്പർക്കം, ആഴമേറിയ ബന്ധനങ്ങളെ നിരന്തരം ബന്ധത്തെ ഉറപ്പിക്കുന്ന ഒരു സമൂഹമാണ് അതിനെ വളരാൻ കഴിയത്തുള്ളൂ. 3-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് വരുന്ന ആത്മീയ അധികാരങ്ങളെ, ഫ്യൂച്ചറിലുള്ള ആത്മീയ അധികാരങ്ങളെ, അവരുടെ ശുശ്രൂഷയെ സ്വീകരിക്കാനും വളർത്താനും കഴിയുന്ന സഭ, അവരുടെ ശുശ്രൂഷ സ്വീകരിക്കാനും അവർക്ക് ബലം പകരാൻ കഴിയുന്ന സഭ, അവരെ അലക്ഷ്യമാക്കാതെ അവരെ നിരാശപ്പെടുത്താതെ. പൗലോസ് നിരാശനായിപ്പോയി. നിൻ്റെ അതുവരട്ടെ, നീ മോശമാണ്, നിനക്ക് കഴിവില്ല, പ്രാപ്തിയില്ല, നീ അപ്പോസ്തലനല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പൗലോസിനെ ഒത്തിരി കഷ്ടപ്പെടുത്തി. എന്നാലും പറയണം, ഇനി വരുന്നവരോട് ഈ പണി നിങ്ങൾ കാണിക്കരുത്. കാരണം സഭയെ നിൽക്കണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള അടുത്ത തലമുറകളിലെ ദൈവിക വേലക്കാരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ബോധ്യമാണ് അദ്ദേഹം ഇവിടെ ഷെയർ ചെയ്യുന്നത്. 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞത്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ഇന്ന് പകൽക്കാലം ചോദിക്കണം. നാം നമ്മുടെ കാര്യങ്ങളെപ്പറ്റി മാത്രം ബോധ്യപ്പെടുന്ന, എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കരയുന്ന, എൻ്റെ പ്രശ്നങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു വിശ്വാസിയാണോ ഞാൻ?
എൻ്റെ കുടുംബത്തെപ്പറ്റി, എൻ്റെ മക്കളെപ്പറ്റി, എൻ്റെ വരുമാനത്തെപ്പറ്റി മാത്രം വ്യാകുലപ്പെടുന്നൊരു മനുഷ്യനാണോ, വ്യക്തിയാണോ ഞാൻ? അതോ ദൈവസഭയെപ്പറ്റി, ദൈവരാജ്യത്തെപ്പറ്റിയുള്ള വിശാലമായ കാഴ്ചപ്പാടുകളും അതിനകത്ത് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടോ? അതുണ്ടെങ്കിലേ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. അതിലേക്കാണ് ദൈവസഭകളുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും നമ്മളിൽ കാണുന്നൊരു പ്രകടമായ പ്രശ്നം, നമ്മളൊന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ, നമ്മളെന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മുടെ വ്യക്തി, നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കുന്നുള്ളൂ. നമ്മൾ അതിൽ നിന്നപ്പുറത്തേക്ക് ഞാനൊരു സഭയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് സഭ നിൽക്കുന്നതും വളരുന്നതും. അങ്ങനെ ഇല്ലാത്ത സഭകളുടെ കാര്യം ഞാൻ പറഞ്ഞു വെച്ചത്, ഒത്തിരിയേറെ സഭകളെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രമാത്രം പ്രാഗൽഭ്യത്തോടെ നിന്ന ദേശത്ത് നിറഞ്ഞു നിന്ന പല സഭകളും സമൂഹങ്ങളും ഇന്നവിടെ ഇല്ല. പെന്തക്കോസ്ത് സമൂഹങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് മറ്റു ചില പറയുന്ന പോലെ മറ്റു ചില വേർപെട്ടതല്ലാത്ത സമൂഹങ്ങൾ അവ നിൽക്കുകയും വളരുകയും ചെയ്യുന്നത് എന്താണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്ന് പറയുന്ന പല സമൂഹങ്ങൾ ഇല്ലാതായിപ്പോയത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ അത് നാശം വന്നു പോകുന്നു. ഒരു തലമുറ കൊണ്ട് പിന്നെ രണ്ടാം തലമുറ, മൂന്നാം തലമുറ ഇല്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം നമ്മൾ ചിന്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം നമ്മൾ ദൈവസഭയാണ്. എനിക്കും എൻ്റെ ഈ കാലത്തിനും വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. എൻ്റെ കാലം എങ്ങനെയും കഴിഞ്ഞു പോയാൽ മതി എന്ന് വിചാരിച്ചെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ദൈവസഭ, ദൈവജനം, കർത്താവിൻ്റെ മഹത്വം, ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി തുടരണം എനിക്ക് ശേഷം. അതാണ് ഒരു ഗ്രോവിങ് ആയിട്ടുള്ള വളരുന്ന സഭയുടെ എന്താണ് പ്രധാനപ്പെട്ട ലക്ഷ്യം? ക്രിസ്തുവിൽ വളരുക, അല്ലേ? അതാണ് നമ്മുടെ ലക്ഷ്യം. ക്രിസ്തുവിൽ വളരുക എന്ന് പറയുന്ന പ്രക്രിയ എൻ്റെ മാത്രം വളർച്ചയല്ല, എൻ്റെ സഭയുടെ വളർച്ചയാണ്, പാസ്റ്ററുടെ വളർച്ചയാണ്, നമ്മുടെ ഓരോരുത്തരും വളർച്ചയാണ്. നാം ഓരോരുത്തരും വളരുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നിടത്താണ് സഭ വളരുന്നത്. സഭ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെയാണ്, ഒരുമിച്ച് വളരുന്നതിനെ പറ്റിയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: നമുക്ക് വളരുന്ന മനസ്സുണ്ടാകണം. അത് കേവലം എൻ്റെ മാത്രം വളർച്ചയല്ല, അത് സഭയുടെ വളർച്ച കൂടെ ചേർന്നാണ്. സഭ വളരുമ്പോൾ ഞാനും വളരും. ഞാൻ വളരുന്ന സഭയുടെ ഭാഗമാണെങ്കിൽ എനിക്കും വളർച്ചയുണ്ടാവും. ഞാൻ വളരുന്നില്ലാത്തൊരു സഭയുടെ ഭാഗമാണെങ്കിൽ എനിക്കതിൻ്റെ പരിമിതികളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എൻ്റെ സഭ വളരുമ്പോൾ ഞാനും വളരുകയാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം. ഹല്ലേലൂയ. എൻ്റെ സഭ വളരുമ്പോൾ ഞാനും വളരുകയാണ്, എനിക്കും ആത്മീയ ജീവിതത്തിൽ വളർച്ചയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേവലം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ നിന്ന് വിട്ടിട്ട്, നമുക്ക് വ്യക്തിപരമായ നമ്മുടെ കരുതലുകളിൽ നിന്ന് മാത്രം ഒതുങ്ങിപ്പോകാതെ നമുക്ക് കുറച്ചും കൂടെ വളരുന്ന ഒരു സഭയെ കാണാനായിട്ടുള്ള ദർശനമാണ്. അതാണ് ഈ കൊരിന്ത്യ ലേഖനത്തിൽ നാം കാണുന്നത്. കേവലമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കുകയും തമ്മിലടിക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാക്കി സഭയുടെ കരുത്ത് ചോർത്തിക്കളയാതെ, ഇവിടെ ദൈവസഭയോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പരിമിതികളുണ്ട്, മോശമായ ജീവിതമുള്ള ആളുകളുണ്ട്, എല്ലാം ഉണ്ട് ജീവിതത്തിന്. അതെല്ലാം അദ്ദേഹം ഡീൽ ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം പറയുകയാണ്, എന്നാൽ ഇങ്ങനെയല്ല നമ്മൾ പോകേണ്ടത്. നമുക്ക് മുന്നോട്ട് ചിന്തിക്കണം, മുന്നോട്ട് നമുക്ക് പോകണം, നമുക്ക് മുന്നോട്ട് വളർന്നേ പറ്റൂ. ഇതാണ് നമ്മുടെ ആവശ്യം. ഇന്ന് പൽക്കാലം ദൈവസഭയിലുള്ള എത്ര പേര് ഈ ഒരു കാര്യത്തിന് തയ്യാറെടുക്കുന്നു, അതിനുവേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. എനിക്കെത്രത്തോളം ദൈവജനത്തിനു വേണ്ടി കരുതാൻ കഴിയും, എനിക്കെത്രത്തോളം ദൈവജനത്തിനു വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി കരുതാൻ കഴിയും എന്നുള്ളത് നമ്മുടെ ചോദ്യമാണ്. ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എനിക്കെന്തെല്ലാം കരുതുവാൻ കഴിയും, എനിക്കെന്തെല്ലാം പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുമ്പിലുള്ളത്. ഇന്ന് പൽക്കാലം ദൈവജനമേ, ഈ വചനത്തോട് നമുക്ക് പ്രതികരിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നമ്മൾ വളരുന്നത് നമ്മുടെ സഭ വളരുന്നതിനൊപ്പമാണ്. നമ്മുടെ സഭ വളരുന്നില്ലെങ്കിൽ നമ്മളും വളരുന്നുണ്ടാവില്ല. കാരണം നമ്മുടെ വളർച്ചയ്ക്ക് പരിമിതിയുണ്ട്. കാരണം നമ്മളൊരു ശരീരത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ശരീരത്തിന് എവിടെയെങ്കിലും ക്ഷീണം സംഭവിച്ചാൽ അത് മൊത്തത്തിനെ ബാധിക്കുന്നൊരു യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അത് എനിക്ക്, എൻ്റെ സുരക്ഷിതം, എൻ്റെ ജീവിതം, എൻ്റെ ഭാവി, എൻ്റെ തലമുറ എന്നിത്യാദി അങ്ങനെ നമ്മൾ ചുരുങ്ങി പോകുന്നിടത്ത് നമ്മൾ തോറ്റുപോകുന്നുള്ള ബോധ്യം നമുക്ക് കൃത്യമായിട്ടുണ്ടായിരിക്കണം.